നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാപ്പിയുടെ കയറ്റുമതി കുതിച്ചുയർന്നു. കൊപ്ര വില ഉയർത്താതെ മില്ലുകാർ. റബ്ബറിന് വൻ ഡിമാൻഡ്. ടയർ വിൽപ്പനയിൽ റെക്കോർഡ്. ഇറക്കുമതി രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് ഇന്ത്യൻ കാപ്പിക്ക് കടുപ്പം സമ്മാനിച്ചു. സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 2 മാസങ്ങളിൽ കയറ്റുമതി കുതിച്ചുയർന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാപ്പി കയറ്റുമതി വരുമാനം 20% ഉയർന്ന് $503 മില്യൺ പിന്നിട്ട 2 മാസങ്ങളിൽ കയറ്റുമതി 92,903 ടണ്ണായി ഉയർന്നു. യൂറോപ്യൻ വിപണികളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് ഉൽപ്പന്നം നേട്ടമാക്കി. ഇറ്റലിയും ജർമ്മനിയും ദക്ഷിണേന്ത്യൻ കാപ്പിയുടെ ആരാധകരായതോടെ ആഭ്യന്തര വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ കയറ്റുമതിക്കാരും ഉത്സാഹിച്ചു. വയനാട്ടിൽ കാപ്പി പരിപ്പിന് ക്വിൻ്റലിന് 35,600 രൂപയിലും ഉണ്ടക്കാപ്പി 54 കിലോ 10,800 രൂപയിലുമാണ്. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. പ്രാദേശിക ഡിമാൻഡ് കുറയുന്നത് തളർച്ചയ്ക്ക് ഇടയാക്കിയെങ്കിലും വ്യവസായികൾ വെളിച്ചെണ്ണ നീക്കം കുറച്ച് വിപണിക്ക് താങ്ങ് പകരാനുള്ള ശ്രമത്തിലാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മില്ലുകാർ പക്ഷേ കൊപ്ര വില ഉയർത്താൻ തയ്യാറായില്ല. കാങ്കയത്ത് കൊപ്ര ക്വിൻ്റലിന് 12,600 രൂപയിലും കൊച്ചിയിൽ 13,800 രൂപയിലുമാണ്. രാജ്യാന്തര റബ്ബർ അവധി വിപണിയിൽ ഊഹക്കച്ചവടക്കാർ നടത്തിയ ലാഭമെടുപ്പ് വിലയിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചു. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ ക്വിൻ്റലിന് 300 രൂപയിൽ വ്യാപാരം നടന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ 4ാം ഗ്രേഡ് റബ്ബർ 265 രൂപയിലാണ്. റെയിൻ ഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് കർഷകർ ഉത്സാഹിക്കുന്നുണ്ട്. ടയർ കയറ്റുമതിയിൽ റെക്കോർഡ്. കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ ടയർ വ്യവസായം. 2025-26 സാമ്പത്തിക വർഷം 27,312 കോടി രൂപയുടെ ടയറാണ് കയറ്റുമതി ചെയ്തത്. ഇത് റെക്കോർഡ് നേട്ടമാണ്. 25,057 കോടി രൂപയായിരുന്നു മുൻവർഷത്തെ വരുമാനം. 9% വർധനവ്. യുദ്ധ സാഹചര്യവും കടത്തുകൂലിയിലെ വലിയ വർധനവും നിലനിൽക്കെയാണ് ഈ മുന്നേറ്റം എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കയുടെ പകരച്ചുങ്ക ഭീഷണി നിലനിൽക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടായെങ്കിലും ആഗോളതലത്തിൽ വാഹന വിപണിയിലെ കുതിപ്പാണ് ടയറിന് തുണയാത്. പോയ വർഷത്തേക്കാൾ വ്യാപാരം കുറഞ്ഞെങ്കിലും അമേരിക്ക തന്നെയാണ് പ്രധാന വിപണി. ആകെ കയറ്റുമതിയുടെ 15% അവിടേക്കായിരുന്നു. അതായത് 4,082 കോടിയുടെ കയറ്റുമതി. മുൻ വർഷം ആകെ കയറ്റുമതിയുടെ 17% അമേരിക്കയിലേക്ക്. 2026 ഫെബ്രുവരിയിൽ അമേരിക്ക ഇറക്കുമതി ചുങ്കം 50% നിന്നും 18% കുറച്ചതോടെ കയറ്റുമതി മെച്ചപ്പെടുകയായിരുന്നു. ജർമ്മനി, ബ്രസീൽ എന്നിവരാണ് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യൻ ടയറിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ. കോവിഡിന് ശേഷമുള്ള വിപണി മുന്നേറ്റം പ്രതീക്ഷിച്ച് ടയർ കമ്പനികൾ വൻതോതിൽ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഏകദേശം 30,000 കോടി രൂപയുടേതാണിത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.